നമ്മുടെ നോമ്പ് കൊണ്ട് സഹോദരാ സഹോദരി ഹിസാബില്ലാതെ സിറാത്ത് പാലം വിട്ടുകടക്കാതെ നേരെ സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കണം. ആ നിലയിലുള്ള നോമ്പാക്കി നമ്മുടെ നോമ്പിനെ മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ വിചാരിച്ചത്? നമ്മുടെ നോമ്പ് അത് പൂർണ്ണമായും കുറ്റമറ്റ ഗുണമൊത്ത നോമ്പാണെങ്കിൽ നമുക്ക് മഹ്ശറയിൽ വിചാരണ നേരിടേണ്ടി വരില്ല. നമുക്ക് അല്ലാഹുവേ സിറാത്ത് പാലം നരകത്തിന്റെ നേരെ മുകളിലുള്ള 3000 കൊല്ലത്തെ വഴിദൂരമുള്ള സിറാത്ത് പാലം വിട്ട് കടക്കേണ്ടി വരില്ല. ഒരു പ്രയാസമില്ലാതെ സ്വർഗത്തിലെത്തിച്ചേരും. അല്ലാഹുവേ കൊതി തോന്നുകയാണ് റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നോമ്പൊക്കെ ആ നിലയിലുള്ള നോമ്പാക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ഇദാ കാന യൗമുൽ ഖിയാമ യജീഉ ഖൗമുൻ ലഹും അജ്നിഹത്തുൻ കഅജ്നിഹത്തിത് ത്വയ്ർ. സഹോദരാ സഹോദരി, ഉള്ളോർമ്മയോടുകൂടെ ഇത് കേൾക്കേണ്ടതാണ്. ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആസന്നമായാൽ യജീഉ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ വരുന്നതാണ്. ലഹും അജ്നിഹത്തുൻ കഅജ്നിഹത്തിത് ത്വയ്ർ, പക്ഷികൾക്കുള്ളതുപോലെ ഇലാഹായ റബ്ബെന്നവർക്ക് ചിറകുകൾ നൽകും. മഹ്ശറയിൽ ഒരു വിഭാഗത്തിന് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചിറകുകൾ നൽകും. യാ അല്ലാഹ്. എന്നിട്ടോ ഫയതീറൂന ബിഹാ അലാ ഹീതാനിൽ ജന്ന, സ്വർഗത്തിന്റെ വലിയ വൻമതിലുകളില്ലേ, ആ മതിലുകൾക്ക് മുകളിലൂടെ സ്വർഗത്തിലേക്ക് അവർ പറന്നു പോകും. സൗഭാഗ്യം തരണേ റബ്ബേ. മനസ്സറിന് പറഞ്ഞേക്ക് അള്ളാഹ്ക്ക് തരാൻ കഴിയാത്തതൊന്നുമില്ല. ഈ സൗഭാഗ്യമുള്ളവരിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. നമ്മൾ ഈ മജ്ലിസിലൊക്കെ എത്തിപ്പെട്ടതും നമ്മൾ ഇതിലൊക്കെ പങ്കാളികളായതും ഈ രക്ഷയൊക്കെ കിട്ടാനുള്ളൊരു കാരണമായി അള്ളാഹു കബൂലാക്കട്ടെ. അവര് ആ സ്വർഗത്തിലെ വലിയ വൻമതിലുകൾക്ക് മുകളിലൂടെ സ്വർഗത്തിലേക്ക് പാറിപ്പോകും. ഉടനെ ഫയഖൂലു ലഹും ഹാസിനുൽ ജന്ന, നരകത്തിന്റെ പാറാവുകാരായ സ്വർഗത്തിന്റെ പാറാവുകാരായ സംരക്ഷകരായ മാലാഖമാരവരോട് ചോദിക്കുന്നതാണ്, മന്നന്തും, ആരാണു നിങ്ങൾ? നിങ്ങളാരാ? ഫയഖൂലൂന, അഭിമാനത്തോടെ അവര് മറുപടി പറയുന്നതാണ്, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളോ? ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അതൊരു അഭിമാനത്തോടു കൂടെയുള്ള വർത്താനം ഇക്കാരം. അള്ളാഹു ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബിയുടെ റൗളയുടെ ചാരത്തെത്താൻ ഹബീബ് മടക്കുന്ന നിലയിൽ കണ്ണീരോടെ, സന്തോഷത്തിന്റെ കണ്ണീരോടെ മുത്തുനബിയോടൊന്ന് സലാം പറയാൻ ഞങ്ങൾക്കൊക്കെയും വിധിയെ ഗണമേ അല്ലാ. ആഗ്രഹല്ലേ? തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാ. മുത്തുനബിയെ നല്ലോണം സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്ക്, ഇവരെ അഭിമാനത്തോടുകൂടെ പറയും, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആരാന്നറിയോ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഉടനെ മാലാഖമാരുടെ ചോദ്യം, ഹൽ റഅയ്തുമുൽ ഹിസാബ്, അല്ല നിങ്ങൾ എന്തേ സ്വർഗത്തിലേക്ക് പാറി പറന്ന് വന്നിരിക്കുന്നു? നിങ്ങൾ ഹിസാബ് അഭിമുഖീകരിച്ചോ? വിചാരണ നിങ്ങൾ അഭിമുഖീകരിച്ചോ? ഫയഖൂലൂന ലാ, അവര് പറയുമില്ല, ഇല്ല, ഞങ്ങൾ ഒരു വിചാരണയും അഭിമുഖീകരിച്ചില്ല. സുമ്മ യഖൂലു സാനിയാ, രണ്ടാമത് മാലാഖമാര് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൽ റഅയ്തുമുസ് സിറാത്ത്, അല്ല നിങ്ങൾ സിറാത്ത് പാലം കണ്ടോ? അത് വിട്ടുകിടന്നോ?
ഫയഖൂലൂന ലാ, അവര് പറയും ലാ ലാ ലാ, സിറാത്ത് പാലോ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് അതൊക്കെ നന്നായി കേട്ടിട്ടുണ്ട്, അതിനെയൊക്കെ ഏറെ ഭയപ്പെട്ടവരുമാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ആ സിറാത്ത് പാലം മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടിയോ? ഞങ്ങൾ ആ സിറാത്ത് പാലം കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ് സുമ്മ യഖൂലു, പിന്നെ മാലാകം സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുന്നതാണ്, ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. ഔ ബിമ വജത്തും ഹാദിഹി ദറജാത്ത്. ഇത് ചെറിയ പദവിയൊന്നുമല്ല. വിചാരണ എന്തെന്നറിയാതെ, സിറാത്ത് പാലം കാണാതെ പാറിപ്പറന്ന സ്വർഗത്തിന്റെ വലിയ വൻ മതിലുകളുടെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എത്താനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ദറജയല്ലല്ലോ. ബിമാ വജത്തും ഹാദിഹി ദറജാത്ത്. എങ്ങനെയാണ് ഈ അത്യുന്നത ദറജ നിങ്ങൾക്ക് ലഭിച്ചത്? അതിനുള്ള മറുപടി ഒന്ന് കേൾക്കണ്ട സഹോദരാ സഹോദരി. ഫയഖൂലൂന അബ്ദിന അല്ലാഹ തആല സിർറൻ ഫീ ദാരിദ് ദുനിയാ വഅദ്ഖലനൽ ജന്നത സിർറൻ ഫിൽ ആഖിറ. ഇങ്ങനെ രഹസ്യമായ അല്ലാഹു സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കാനുള്ള കാരണം അബ്ദിന അല്ലാഹ തആല സിർറാ ഫീ ദാരിദ് ദുനിയാ. ദുനിയാവിൽ രഹസ്യമായ ഇബാദത്ത് വേണ്ടതുപോലെ ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒരാൾക്കും കൃത്യമായി അറിയാൻ പറ്റാത്തൊരു ഇബാദത്തില്ലേ? നോമ്പെന്ന ഇബാദത്ത്. ആ കാര്യത്തിൽ ഞങ്ങളേറെ ശ്രദ്ധിച്ചവരാ. അതുകൊണ്ട് വഅദ്ഖലനൽ ജന്നത സിർറൻ ഫിൽ ആഖിറ. വളരെ രഹസ്യമായി ഈ ആഖിറത്തിൽ അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ്. അപ്പൊ ആ നിലയിൽ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കാൻ കാരണമായ ഇബാദത്ത് ഏതാണ്? നോമ്പാണ്. നോമ്പ് രഹസ്യാണ്. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് നോമ്പുണ്ട്, എത്ര ആളുകൾക്ക് നോമ്പില്ല എന്നത് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് പറയാൻ കഴിയൂല. പാരും അറിയാതെ ദാഹിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് വിചാരിക്കുക. ഇന്നിപ്പോ നോമ്പ് പൂർത്തിയാക്കാനൊന്നും കഴിയൂല. ആരും അറിയാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അവനാന്റെ വീട്ടുകാര് പോലും അറിയാതെ ആ കാര്യം ചെയ്യാൻ കഴിയൂലേ? കഴിയും. അപ്പൊ ഇത് രഹസ്യായ അമലാണ്. എനിക്ക് നോമ്പാന്ന് ആളുകളോട് പറഞ്ഞു എന്ന് കരുതി നോമ്പുണ്ടാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സത്യത്തിൽ ഇത് സിറായ അമലാണ്. അതിന് വലിയ പ്രതിഫലാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അത് സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ ഗുണഗണങ്ങളുമുള്ള നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. കണ്ണിന്റെ നോമ്പ്, കാതിന്റെ നോമ്പ്, നാവിന്റെ നോമ്പ്, എല്ലാം കൊണ്ടുമുള്ള നോമ്പ്. അപ്പോഴാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത്, അപ്പോഴാണ് ഈ പുണ്യം ലഭിക്കുന്നത്. അയാ ഇഖ്വതി സൂനുൽ ലിസാന അനിർവദാ فصومكم حقا عن الخول في الشر ومن لم يدع زورا فليس بحاجتي لمولاه في ترك طعامي على العسر. നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിന് താല്പര്യമില്ല. അപ്പൊ ആ നിലയിൽ സൂക്ഷ്മതയുടെ നോമ്പെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ.